എം.എ. യൂസഫ് അലി എന്ന വ്യവസായി എന്തു പറഞ്ഞാലും ഓരോ മലയാളികളും ഓരോ പ്രവാസികളും അത് ഉറ്റുനോക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വികസനത്തിൽ നിക്ഷേപകരുടെ പങ്ക് വലുതാണെന്നും നിക്ഷേപകർ നാടിനെ കൊള്ളയടിക്കാനാണ് വരുന്നതെന്ന ധാരണ തിരുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എന്തായിരിക്കും ഇനി തുടർ ചർച്ചകൾ? പരിസ്ഥിതിക്ക് പോറലേൽക്കാതെയുള്ള ടൂറിസം വികസനമാണ് വേണ്ടത്. തൃശൂർ പുഴയ്ക്കലിൽ പഞ്ചനക്ഷത്ര രാജ്യാന്തര ഹോട്ടൽ ശൃംഖലയായ ഹയാത്ത് റീജൻസിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ എം.എ. യൂസഫ് അലി എന്നിവരും പങ്കെടുത്ത ചടങ്ങിലാണ് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചും എം.എ. യൂസഫ് അലിയും വന്നിരുന്നു. ഇതിലും നല്ല കസേരയിൽ ഇരിക്കുന്നവരാണ് ഇവിടുത്തെ പ്രവാസികൾ. അതായത് ലോക കേരള സഭയ്ക്കെതിരെ രംഗത്ത് വന്ന പ്രതിപക്ഷത്തിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി പ്രവാസി വ്യവസായി എം.എ. യൂസഫ് അലി രംഗത്ത് വന്നത്. ലോക കേരള സഭയുടെ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് എം.എ. യൂസഫ് അലിയുടെ വിമർശനമുണ്ടായത്. ഇവിടെ ഇരിക്കാൻ കുറെ നല്ല കസേരകൾ ഉണ്ടാക്കി, അത് ആർഭാടമാണെന്നൊക്കെയുള്ള വിവാദം കേട്ടു. ഇതിലും നല്ല കസേരയിൽ ഇരിക്കുന്നവരാണ് ഇവിടുത്തെ മിക്ക പ്രതിനിധികളെന്നും എം.എ. യൂസഫ് അലി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ പ്രതികരണങ്ങൾ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒരു വശത്ത് പ്രവാസികളുടെയും രാജ്യത്തിന്റെയും ഒക്കെ വികസനം ലക്ഷ്യമിട്ടുള്ള വലിയ നല്ല പരിപാടികളുമായി പല പ്രമുഖ സംരംഭകരും മുന്നിൽ തന്നെയുണ്ട്, വ്യവസായികളും മുന്നിൽ തന്നെയുണ്ട്, രാഷ്ട്രീയ പാർട്ടികളും ഇച്ഛാശക്തിയോടെ അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില പരാമർശങ്ങൾ, ചില ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ചില വാർത്തകൾ, ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു വശത്ത്, അതായത് വികസനത്തിൽ നിക്ഷേപകരുടെ പങ്ക് വലുതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിക്ഷേപകർ നാടിനെ കൊള്ളയടിക്കാനാണ് വരുന്നതെന്ന ധാരണ തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് പിന്നാലെ പ്രത്യേകിച്ചും പരിസ്ഥിതിക്ക് പോറലേൽക്കാതെയുള്ള ടൂറിസം വികസനമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നാടിനായി പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണ് സർക്കാർ. സമാനമായി തന്നെ ലോക കേരള സഭയെ വിമർശിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് എം.എ. യൂസഫ് അലിയും കൊടുത്തത്. എന്തായാലും പ്രവാസികൾ ഈ വിഷയത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.